എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുന്തിരി കൊണ്ട് അച്ചാർ തയ്യാറാക്കിയാലോ. സാധാരണ പഴുത്ത മുന്തിരി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് അമ്മ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നി. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളായിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ പുളിയും മധുരവും അതുപോലെ എരിവും എല്ലാം കൂടി ചേർന്ന മുന്തിരി അച്ചാറ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് പച്ച കളറിലുള്ള ഇതുപോലുള്ള മുന്തിരിയാണ്. അപ്പോൾ ഏത് ടൈപ്പ് മുന്തിരി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ കുരുയില്ലാത്തതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുപോലെ കുറച്ച് പുളിയുള്ള മുന്തിരി ആകുമ്പോഴായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക. ഇതിനിപ്പോൾ അത്യാവശ്യം പുളിയുണ്ട് ഞാനിപ്പോൾ എടുത്തതിന്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മുന്തിരി ഉണ്ടല്ലോ, ഈ ഒരു കളർ ഉപയോഗിക്കാം. ഇതിനിപ്പോൾ കുരുണ്ട്, ജ്യൂസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണ മുന്തിരിയാണിത്. ഇത് ടേസ്റ്റ് നോക്കുമ്പോൾ നല്ലതാണ്, പുളിയും മധുരവും ഒക്കെ കൂടിയ മുന്തിരിയാണ്. പക്ഷേ കുരുള്ള കാരണം ഞാനിപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണില്ല. പച്ച കളറിലുള്ള ഈ ഒരു സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുറേ സമയം വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് കുലയിൽ നിന്ന് അടർത്തിയെടുക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് 1/2 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു കളറ് മുന്തിരിയാണെന്നുണ്ടെങ്കിൽ കുരുള്ളതാവുമ്പോൾ നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ കുരു ഒരു പ്രശ്നമായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ കുരു റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ മുന്തിരിയുടെ ഒന്നും. ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് എള്ളെണ്ണ, സെസമി ഓയിൽ. ഇതൊരു 1/4 കപ്പോളം അളവിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ നാൾ അച്ചാർ കേടുകൂടാതിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/4 കപ്പോളം അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല. എനിക്ക് അച്ചാറിൽ വെളുത്തുള്ളിയൊക്കെ മുഴുവനോട് കൂടി തന്നെ കിടക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ വെളുത്തുള്ളിയിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കിട്ടിക്കോളും. ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടി നല്ല ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയുടെ പച്ചമണം മാറണവരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്കൊരു 4 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ സ്പൈസി ആയിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് കൂട്ടി നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും വരും അച്ചാറിന്. അച്ചാർ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി ഇത് ഓവറായിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. വെളുത്തുള്ളിയൊന്നും ഒരുപാട് ഫ്രൈ ആയിട്ട് പോകരുത്. അപ്പോൾ അച്ചാർ കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ തന്നെ ഇരിക്കണം. പക്ഷേ ആവശ്യത്തിന് തന്നെ വഴന്ന് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും അതുപോലെ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ അളവിൽ, പിന്നെ കായത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവയും കായൊന്നും കൂടി പോകണ്ട. അപ്പോൾ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം നല്ലപോലെ തന്നെ ഒന്ന് മാറി വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ പൊടികളൊക്കെ പെട്ടെന്ന് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും ഇതിന്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുന്തിരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കേടുള്ള മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ നാൾ നിങ്ങൾക്ക് അച്ചാർ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കണ എണ്ണയുടെ അളവ് കൂടുതലെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ കോക്കനട്ട് വിനിഗറാണ് ഞാൻ 1/2 കപ്പ് അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് വിനിഗർ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതാകുമ്പോൾ ഇത്രയ്ക്കൊരളവിൽ വേണ്ടി വരില്ല. പിന്നെ മുന്തിരിയിൽ അത്യാവശ്യം പുളിയുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഈ മുന്തിരിയിലേക്ക് ആവശ്യത്തിന് ആദ്യം കുറച്ച് ചേർക്കാം, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അച്ചാറിലേക്ക്, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ തന്നെയായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ ഈ അച്ചാർ മാറുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവൊക്കെ ഒരുപാട് കൂടുതൽ എടുക്കേണ്ടി വരും. നമ്മൾ കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളം നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് എണ്ണയും അതുപോലെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ വിനാഗിരി ഒരുപാടൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പുളിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മുന്തിരി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോഴായിരിക്കും നമുക്ക് അച്ചാർ പെട്ടെന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടില്ല. ഈ ഒരു സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, മുന്തിരിയുടെ ഷേപ്പ് കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഈ ഒരു സമയത്ത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു മസാലയൊക്കെ കറക്റ്റായിട്ട് ഈ മുന്തിരിയുടെ ഉള്ളിൽ പിടിച്ച് കിട്ടണം. അപ്പോൾ ഞാനിതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഇത് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അച്ചാർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയോട് കൂടിയൊരു അച്ചാർ തന്നെയാണ് ഇത്. ഇതിപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇത്രയ്ക്ക് മുന്തിരി സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുളിയും മധുരവും എരിവും എല്ലാം കൂടി ചേർന്ന അച്ചാറാണ്. ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ഈ ലെമൺ ഡേറ്റ്സ് പിക്കിളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ പോലുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു അച്ചാറിനെന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രേവി ഈ ഒരു സമയത്ത് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വന്നോളും. പിന്നെ അച്ചാറെന്നൊക്കെ പറയുമ്പോൾ ഇരിക്കും തോറും കുറച്ചും കൂടി കട്ടിയായിട്ട് വരുമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി 2 ദിവസം കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് ഇത് വരും. കണ്ടില്ലേ, ഇപ്പോൾ തണുത്തപ്പോൾ തന്നെ ഇത്രയ്ക്കൊരു തിക്കായിട്ട് മാറിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് ഇത്. പുളിയും മധുരവും ഒക്കെ കൂടി ചേർന്ന അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അച്ചാർ തന്നെയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറുകളിലൊന്ന് തന്നെയാണ് ഈ ഒരു മുന്തിരി അച്ചാർ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത്. അപ്പോൾ ക്രിസ്മസ് റെസിപ്പീസൊക്കെ ചെയ്തതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് റെസിപ്പീസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.